ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഔട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ സ്റ്റിച്ചിങ് കോഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം എനിക്കറിയാം ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതിന്റെ സജഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ എംബ്രോയിഡറി സ്റ്റിച്ചസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാനുള്ളതാണ്. കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകണമെങ്കിൽ അവർ ഫസ്റ്റ് എംബ്രോയിഡറി സ്റ്റിച്ചസ് ആണ് പഠിപ്പിക്കുക. എന്നിട്ട് ഫാബ്രിക് പെയിന്റിംഗ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഒന്നുകിൽ അതുപോലെ തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എംബ്രോയിഡറി സ്റ്റിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്ത് പറയണേ. അതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. സ്റ്റിച്ചിങ്ങിന് ഞാൻ ഫസ്റ്റ് കിഡ്സിന്റെ ഡ്രസ്സുകളാണ് പഠിപ്പിക്കുന്നത്. അത് ബോഡിയിൽ നിന്ന് അളവെട്ടിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. പിന്നീട് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കുർത്തി, ചുരിദാർ ഇതൊക്കെ ബോഡിയിൽ നിന്ന് അളവെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ലാസ്റ്റ് ബ്ലൗസ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ബോഡിയിൽ നിന്ന് അളവെട്ടിട്ട് ചെയ്യുന്നത് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമന്റ് ചെയ്ത് പറയണം. അത് നോക്കിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം.